അകത്തോ പുറത്തോയിലേക്ക് വരുമ്പോൾ നമ്മൾ അതുവരെ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫോമിലും സബ്ജക്റ്റുകളിലൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് ചിലപ്പോൾ അത് ഓഡിയൻസിന് അത്രത്തോളം ഇഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് നമ്മൾ അതിൻ്റെ തുടങ്ങുന്ന സമയത്ത് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെ ചെറിയൊരു ശതമാനം പ്രേക്ഷകർക്കാണ് അത് ആസ്വദിക്കാനാവുള്ളൂ എന്ന് തോന്നിയിരുന്നു. അതങ്ങനെ ഒരു രീതിയിലാണ് അത് പറയുന്നത്. ഓരോ 4 എപ്പിസോഡുകളുള്ള ഒരു സിനിമയാണത്. മത്സ്യം, പാവ, വൃദ്ധൻ, അവൾ, ഓരോ എപ്പിസോഡും അതിൽ തന്നെ മുഴുവനായി സമ്പൂർണമായിട്ട് പൂർത്തിയാവുന്ന രീതിയിലാണ്. എന്നാൽ 4 കൂടി വരുമ്പോൾ അത് ടൈറ്റിലുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഓരോ പ്രേക്ഷകനും അത് അവനവൻ എവിടെ നിൽക്കുന്നു, അകത്താണോ പുറത്താണോ എന്നുള്ളൊരു ചോദ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതുപോലെ തന്നെ പാവയിലെ ഏറ്റവും വളരെ പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള സംഭവം, ഇത് ഷൂട്ടിംഗ് സമയത്ത് അത് കുറച്ച് റിസ്ക്കും ആയിരുന്നു. അതിലൊരു മഴ പെയ്യുന്നൊരു സീന് ആവശ്യമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് മഴ വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അത്രയും ടൈം എടുക്കും. അപ്പം മഴ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ സിനിമയിലാണെന്ന് വെച്ചാൽ ഇതുപോലെ മഴ പെയ്യിക്കുന്ന യൂണിറ്റുകൾ അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ സമീപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മിനിമം ചിലവ് എന്ന് പറഞ്ഞാൽ 25,000 രൂപ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് എത്ര വേണമെച്ചാൽ ആവാം. അപ്പം നമുക്കാണെന്ന് വെച്ചാൽ അത്ര പൈസ അവിടെ ആ ഒരു ഇതിൽ ചിലവഴിക്കാനില്ലതാണ്. ആ ഒറിജിനൽ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ അവിടുത്തെ ഈ പാവ വന്ന് വീഴുന്ന സ്ഥലത്തെ മണ്ണും ചപ്പലുകളും ഒക്കെ നമ്മൾ ചാക്കിലാക്കിയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ തന്നെയാണ് അതിന് ആ നിലം സെയിം അതേ സ്റ്റൈലിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ മഴ പെയ്യിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ അസീസ്, സന്തോഷ്, അഭി, അച്യുതാനന്ദൻ, സാദിഖ് തുടങ്ങി എല്ലാ ആളുകളും, വിനോദ്, സുജേഷ്, നിതിന് തുടങ്ങിയിട്ടുള്ള കുറേ പേരുടെ അധ്വാനം നമ്മളതിൽ ആ മഴയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു രസകരമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീടിൻ്റെ മുറ്റത്ത് ഒരു പോർഷനിൽ കുറച്ച് ഭാഗത്ത് മാത്രം കുറച്ച് നേരം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കൊരു മഴയുടെ ഒരു ഫീല് കിട്ടുന്നു. അത് സിനിമയിൽ വരുമ്പോൾ തിയേറ്ററിൽ നമ്മളത് വലിയ സ്ക്രീനിൽ ഒരു നല്ല മഴക്കാലം ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ഷോട്ട് നമുക്ക് കൃത്യമായിട്ട് അതിൽ ചേർക്കാനും പറ്റി. ഇത്ര ഹൈറ്റിൽ പിടിക്കണോ അതോ അതിന് താത്തിയിട്ട് പിടിക്കണോ എന്നാണ് ചോദ്യം. ഇപ്പൊ പൊന്തു സുദേവാ, പാവപ്പം വരും, ഇപ്പൊ ഇങ്ങോട്ട് വരും. പാവ ഇപ്പൊ ഇളകി തുടങ്ങി. ആ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ പൊന്തി വെള്ളം ഒഴിച്ചോളേ. ശരിക്കും മഴ ഫീലിംഗ് ആയി. കലക്കി ആദ്യം പറഞ്ഞു വെച്ചാൽ